മുൻ MLA ജോർജ് മാത്യുവിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. മുൻ MLAമാരായ PM മാത്യുവും MV മാണിയും ജോർജ് മാത്യുവിന് ഒപ്പമുണ്ട്. BJP അനുകൂല രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. നാളെയാണ് പാർട്ടി പ്രഖ്യാപനം. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ജോർജ് മാത്യുവിന് കുറേയേറെ ബന്ധങ്ങളുള്ള ആളാണ്. അപ്പോൾ പുതിയ ഒരു പാർട്ടി, അത് ക്രൈസ്തവ സംഘടനകളുടെ, നേരത്തെ കാസയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തുന്നതായൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതുമായൊക്കെ ബന്ധമുണ്ടോ? നമുക്കറിയാം, കോട്ടയം എന്ന് പറയുന്നത് ക്രൈസ്തവ മേഖലയ്ക്ക് മുൻതൂക്കമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അടിത്തറ എന്നുള്ളത് ഈ ക്രൈസ്തവ ആളുകളുടെ ഒരു പിന്തുണ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന രീതിയിൽ ഒരു സമ്മേളനം ഇന്ന് ഉച്ചതിരിഞ്ഞ് കോട്ടയത്ത് നടക്കാൻ പോകുന്നത്. ഇതിൽ മുൻകൈ എടുക്കുന്നത് മുൻ കേരള കോൺഗ്രസ് ചെയർമാനായിട്ടുള്ള ജോർജ് ജെ മാത്യു ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കേരള കോൺഗ്രസിൻ്റെ ഒരു ഈറ്റില്ലമാണ് കോട്ടയം എന്നുള്ളത്. അവിടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു സംഘടനയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിന് കുറച്ചുകൂടി രാഷ്ട്രീയ പ്രാധാന്യം വരുന്നു. നമുക്കറിയാൻ കഴിയുന്നത് BJPയുമായി അവരുമായി പ്രാതിനിധ്യമുള്ള, അല്ലെങ്കിൽ BJP പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന രീതിയിലും ഇത് വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് എന്നത് അതിൻ്റെ ഒരു പ്രസക്തി ഇപ്പോൾ കൂട്ടുന്ന ഒരു സമ്മേളനം എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കോട്ടയത്ത് നടക്കുന്ന ഈ ഒരു സമ്മേളനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ ഒരു ശ്രദ്ധ ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിലേക്ക് കൂടി പോവുകയാണ്. നമുക്കറിയാം, നേരത്തെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഉള്ള പാർട്ടി അത് UDF-ലായിരുന്നപ്പോഴും LDF-ലേക്ക് പിന്നീട് മാറിയപ്പോഴുമുള്ള സംഭവ വികാസങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് നിന്നും ഒരു പുതിയ രാഷ്ട്രീയ ചായ്വോടുകൂടി ഒരു സംഘടന എന്നിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു രാഷ്ട്രീയ പാർട്ടിയാകാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന, ഉച്ചതിരിഞ്ഞ് നടക്കാൻ പോകുന്ന ഈ ഒരു സമ്മേളനത്തിന് അതീവ പ്രാധാന്യമുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ BJP പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുക, ഒപ്പം തന്നെ നേതാക്കന്മാരെല്ലാം തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി പ്രത്യേകിച്ചും ആശംസകളൊക്കെ നേരുന്ന, പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഉത്സവ സമയങ്ങളിലൊക്കെ ആശംസകളൊക്കെ നേരുന്ന ഒരു സന്ദർഭമൊക്കെ നാം നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജോർജ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. ആരൊക്കെയാണ് പാർട്ടിയിലാണ് ചേരുക, അതൊക്കെ അറിയാൻ നമുക്കും കാത്തിരിക്കാം.